ഹായ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോമേഷൻ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കിട്ടുന്നത്. ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫീച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ. അപ്പൊ ഇത് അതിന്റെ ഡാഷ്ബോർഡ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോമേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. എന്റെ അക്കൗണ്ട് തന്നെ എടുത്തിട്ട് കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ ഇത് എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ പേജാണ്. ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് എടുത്തിട്ട് ഇതില് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഈ ഓട്ടോമാറ്റിക് റിപ്ലൈ. ഇപ്പൊ താങ്ക്സ് ഫോർ സപ്പോർട്ട് എന്നുള്ളത് ഇത് നമ്മൾ ഓട്ടോമാറ്റിക് റിപ്ലൈ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് ആരെങ്കിലും നമ്മുടെ പോസ്റ്റിന്റെ അടിയിൽ ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അതിനെ DM ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുന്നത് ഇതിൽ ലീഡ് ഓട്ടോമേഷൻ ഉണ്ട്, അതിൽ വർക്ക് ഫ്ലോ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ പല വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു വെച്ചതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇൻസ്റ്റഗ്രാം റിപ്ലൈ, ഇൻസ്റ്റഗ്രാം കമന്റ്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല റീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ട്യൂട്ടോറിയലിൽ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ അല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഹെൽപ്പ് ആയിട്ടുള്ള, വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് ഫിനാൻസിൽ നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഞാനിവിടെ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യൂസ്ഡ് മാക് മിനിയാണ്. അപ്പൊ അതിന് നമുക്ക് പേയ്മെന്റ് ഇന്റഗ്രേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഇന്റഗ്രേഷൻ ഉണ്ട്. സ്ട്രൈപ്പ് ഉണ്ട്, പേപ്പാൽ ഉണ്ട്, മൈഫത്തൂറ, മിഡിൽ ഈസ്റ്റിലുള്ളവർക്കാണെങ്കിൽ മൈഫത്തൂറ ഉണ്ട്, നാട്ടിലുള്ളവർക്കാണെങ്കിൽ റിസർവ് പേ ഉണ്ട്. അപ്പൊ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ ഇതേ രീതിയിലാണ് ഉണ്ടാവുക. നമ്മളിവിടെ ഇമേജ് ഉണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അവർക്ക് പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ. ഇത് ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഇത് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോറോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് തന്നെ നിങ്ങളിപ്പോ ഒരു യൂസ്ഡ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും ആർക്കെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക്. ഇതിൽ നമുക്ക് കൂപ്പൺ കോഡ് ആഡ് ചെയ്യാം. ഇനി ഇങ്ങനത്തെ സിംഗിൾ പ്രൊഡക്റ്റ് അല്ല, ഇനി സബ്സ്ക്രിപ്ഷൻ രീതിയിലുള്ള സർവീസുകളാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. മന്ത്ലി അല്ലെങ്കിൽ ഇയർലി പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് അല്ല, നിങ്ങൾക്ക് ഒരു 3-4 പ്രൊഡക്റ്റ് ഒരുമിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഫീച്ചർ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇത് നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പാണ്. ഓക്കെ. ഇതിൽ നമുക്ക് ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഷോപ്പ് പല പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, ബൈ നോ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേ പേജിലേക്ക് പോകും. അവർക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പായിട്ട് ഒരു ഷോപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും ആവശ്യം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ചും കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇതിൽ നമ്മൾ ഓൾറെഡി ഒരു അപ്പോയിന്റ്മെന്റ് കലണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇത് കണ്ടില്ല, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഡേറ്റ് സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ടൈമർ സെലക്ട് ചെയ്യുക, ടൈമർ സെലക്ട് ചെയ്തതിനു ശേഷം അവർക്ക് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം ഏത് ടൈപ്പ് മീറ്റിംഗ് ആണോ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമെയിൽ കിട്ടും. അതേപോലെ തന്നെ ആരാണോ ബുക്ക് ചെയ്തത് അവർക്കും മെയിലും കാര്യങ്ങളൊക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് URL ഷോർട്ട് ചെയ്യുക. അപ്പൊ ഇതേപോലെ നമുക്ക് പല ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് URL ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ തന്നെ ആഡും കാര്യങ്ങളൊക്കെ മെറ്റ ആഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടാകുന്ന ഒരു ഫീച്ചറാണ് ഇൻബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം ഇതിൽ കണക്ട് ചെയ്താൽ അവരുടെ മുഴുവൻ ചാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും, നമ്മുടെ ഇൻബോക്സിൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റാഫിനെ ആഡ് ചെയ്യാം. എന്നിട്ട് സ്റ്റാഫിനെ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതല്ലാതെ വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൺലൈൻ ഡ്രൈവ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലും ഫോൾഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പൊ ഇതല്ലാതെ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ വാട്സപ്പ് ഇന്റഗ്രേഷൻ ആഡ് ചെയ്യാം, നോർമൽ വാട്സപ്പ് ആഡ് ചെയ്യാം, APIയും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ CRM ഉണ്ട്, ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ട്, മെറ്റാ ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെറ്റാ ഫോം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് അവർക്ക് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് AI ഏജന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന ലീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ആയിട്ടോ ചോദിക്കാം. താങ്ക് യു.